ഹായ് കൂട്ടുകാരെ, അപ്പോഴേ നമ്മൾ ഇൻക്യുബേറ്റർ വെച്ച സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് ഇടണമെന്നുള്ളത്. അപ്പോൾ അപ്ഡേഷൻ വീഡിയോസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല. പക്ഷേ നമുക്കാണെങ്കിൽ ഒരു വീഡിയോ ഇടാൻ പറ്റും. കാരണം നമ്മുടെ കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ 7 മുട്ടയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ വെച്ചത്. നമുക്കാണെങ്കിൽ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ വിരിയോ ഇല്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 7 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു, വിരിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ 7 കുട്ടികളും വിരിഞ്ഞായിരുന്നു. പക്ഷേ അതിലൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, വലിയ വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കുട്ടി മാത്രം, 3 കുട്ടികൾ വീണായിരുന്നു. രാവിലെ നമ്മൾ നോക്കുമ്പോൾ 3 കുട്ടികൾ വീണ് കിടപ്പുണ്ട് വെള്ളത്തിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച്, പക്ഷേ അതിലൊരു കുട്ടി മാത്രം ഡെഡായിപ്പോയി, വെള്ളം കുടിച്ച് കാണും വെള്ളത്തിൽ വീണിട്ട്. അപ്പം 7 മുട്ട വെച്ചിൽ 7 വിരിഞ്ഞ് കിട്ടി. പക്ഷേ അതിൽ ഒരു കുട്ടി മാത്രം വെള്ളത്തിൽ വീണ് ചത്തു. ബാക്കി 6 കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ സക്സസ് ആയി കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കുട്ടികൾ വിരിയും എന്നുള്ളത്. ഒരു മുട്ട പോലും വിരിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ 7 മുട്ട വെച്ച് 7 വിരിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ 2ാമത് മുട്ട വെച്ചിട്ടുണ്ട്. നമ്മൾ ഗബ്രൂട്ടിൻ്റെ പേരിലും പ്രിൻസിൻ്റെയും പേരിലും മുട്ട വെച്ചിട്ടുണ്ട്. അല്ലാതെ 10-15 മുട്ടയോളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിരിയോ ഇല്ലെന്ന് ഇനി നമുക്ക് കണ്ടറിയാം. ഇതുവരെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാത്തിലും കുട്ടികളുണ്ട്. അതും വിരിയാനുള്ള സമയം ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ വിരിഞ്ഞ കുട്ടികളെ നമുക്ക് ബോക്സിലോട്ട് മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ വെച്ചിരിക്കുന്നത്. ഇൻക്യുബേറ്റർ ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതൊക്കെ മാറ്റി നോക്കാവേ. ഇതാണ്. ഇതിപ്പോൾ മുട്ട വിരിഞ്ഞില്ലേ, അതിൻ്റെ പാടുകൾ കേട്ടോ. ഈ പാത്രത്തിലായിരുന്നു കുട്ടികൾ വീണ് കിടന്നത്. ഞാൻ എടുത്ത് മാറ്റി പിന്നെ ഇങ്ങോട്ട് നീക്കി വെച്ചിപ്പം നമ്മുടെ കുട്ടികൾ ഇതാണ് ഇപ്പോൾ ഉണ്ട്. അയ്യോ, 6 ഉണ്ടായിരുന്നല്ലോ, ഒരെണ്ണം അവിടെ ഇവിടെ ഇടയ്ക്ക് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അതും ഇനി വെള്ളത്തിൽ വേണം. അപ്പോൾ നമുക്ക് പുള്ളിക്കോഴിയൊക്കെ കൂടുതലും കിട്ടിയേക്കുന്നത് കേട്ടോ. ഇതൊരു വെള്ളയ്ക്കകത്ത് ചെറിയ പുള്ളി. ഈ ബോക്സ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോക്സിലോട്ട് മാറ്റുവാണ്. എനിക്ക് ഫേവറേറ്റായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളർ ഞാൻ കാണിച്ചിട്ടാവേ. ഇതെന്താ ചാര കളർ. ഓക്കെ, ചാര എന്താ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറച്ച് മുമ്പാണ് ഈ കുട്ടി വിരിഞ്ഞത് കേട്ടോ. അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. അതിൻ്റെ ദേഹത്ത് ആ ഒരു പാട ഒട്ടിയിരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. ഇവന്മാരൊക്കെ ആണെങ്കിൽ ഇന്നലെയൊക്കെ ആയിട്ട് വിരിഞ്ഞു വരാം കേട്ടോ. പിന്നെ അപ്പം നമ്മുടെ ഇൻക്യുബേറ്റർ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും മുട്ട വെച്ചിട്ടുണ്ട്. 4, 8, 12, 15 മുട്ടയോളം ഇരിപ്പുണ്ട്. അപ്പം ഇതും കൂടെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സക്സസ് ആയി എന്നുള്ളത്. ഇനി നാളെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, കാരണം ഇതിനകത്ത് ഉറുമ്പ് കയറുന്നുണ്ട്. അപ്പോൾ 3 പാത്രത്തിൽ നമ്മൾ വെള്ളം ചെയ്യും. ലൈറ്റ് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ സെറ്റിങ്സ്. അത് ശാലം നമ്മൾ കേട്ടെ അകത്തുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികളെ 6 കുട്ടികളുണ്ട്. ഇഷ്ടപ്പെട്ടോ ഡോറ? ഇത്ര കുഞ്ഞിങ്ങനെ ഉണ്ടായത് ഇങ്ങനെ കാണുന്നത്. ഞാനിങ്ങനെ വൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കളറായിട്ട് ഇരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു മഞ്ഞ കളറിലൊക്കെ നടക്കത്തില്ല. പക്ഷെ ഇതുപോലെ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഇതെന്താ രണ്ടുപേരും ഓരോന്നിനെ എടുത്ത് കൈ വെച്ച് സെറ്റ് ചെയ്താ? വളരെ ഓടിച്ചു കൊടുക്കും. ശരിക്കും മനുഷ്യർ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നോക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും കുഞ്ഞുങ്ങൾ അടുത്ത് കാണുന്നത്, ഇത്ര കുഞ്ഞുങ്ങളെ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്ത് തന്നെ ഇറങ്ങുമ്പോൾ ലൈറ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇൻക്യുബേറ്ററിൽ അങ്ങനെയൊക്കെ വിരിഞ്ഞിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ നമ്മൾ ഈ കോഴിക്കൊക്കെ അടയ്ക്കുമ്പോഴും ഇൻക്യുബേറ്റർ വെച്ച് ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ വിരിഞ്ഞിറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്ന ബൾബിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളവും പാത്രം മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ കിടക്കുന്ന കുട്ടി കുറച്ച് നേരം ആയതുകൊണ്ട് വിരിഞ്ഞിട്ട് അതിൻ്റെയാണ്. ബാക്കിയുള്ള കുട്ടികളെ ഉണ്ടല്ലോ പിന്നെ തീറ്റ ലൈറ്റ് കൊടുത്തെങ്കിൽ